ശക്തികളും അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാത് കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. മുടങ്ങുള്ളവർ കുതിച്ചുയരും, മൂമരെല്ലാം സ്തുതി മുഴക്കും. മുടങ്ങുള്ളവർ കുതിച്ചുയരും, മൂമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താൽ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരനേ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരനേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിന്ദിതപാതരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ. നിന്ദിതപാതരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേറ്റുക പണിതിടുക. അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ദാനമായി നൽകിയതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു.
ബഹുമാന്യ അഭിഷക്തന്മാരോടും അഭിഷക്തമാരോടും ഇന്ന് പകൽക്കാല ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുമാറാകട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ലോകം അതിൻ്റെ അന്ത്യത്തോളം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ലോകസംഭവങ്ങൾ കർത്താവിൻ്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വേദപുസ്തകങ്ങളും മാധ്യമങ്ങളും വാർത്താ ചാനലുകളും പ്രഭാഷണങ്ങളൊക്കെ അരുമകാന്തൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചും വരവിനെക്കുറിച്ചൊക്കെ അറിയിക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാമല്ലോ. സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുറപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ചുരിക്കുന്നു. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ആകയാൽ എൻ്റെ വാക്ക് കേൾക്ക, ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിലിരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. ആമേൻ. നമുക്ക് ഈ ഭാഗം അറിയാം. 12-ാമത്തെ വാക്യം മുതൽ 19-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, മോശയുടെ അമ്മായിയപ്പനായ എക്രോന്റെ ആടുകളുമായി താൻ ആയിരിക്കുന്ന സമയത്ത് തൻ്റെ ജനമായ ഇസ്രായേൽ ജനം തൻ്റെ അടുത്തേക്ക്, മോശയുടെ അടുത്തേക്ക് വന്നുകൂടും. മോശയുടെ അടുത്ത് വന്നു കൂടുമ്പോൾ മോശ അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം തൻ്റെ അമ്മായിയപ്പൻ മോശയോട് പറയുക, ദൈവസന്നിധിയിൽ ഭക്ഷണം കഴിച്ച് പിറ്റേന്നാൾ മോശ ജനത്തിന് ന്യായം വിധിപ്പാൻ ഇരുന്നു. ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിന്നു. അവൻ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും മോശയുടെ അമ്മായിയപ്പൻ കണ്ടപ്പോൾ, നീ ചെയ്യുന്നതിന് വേണ്ടി സ്തോത്രം, ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. നോക്കിക്കേ, അപ്പോൾ മോശ പറയുന്ന മറുപടി ഇതാണ്. ജനം എന്തെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്ന് ആലോചന കിട്ടുവാൻ, 15-ാം വാക്യം, മോശ തൻ്റെ അമ്മായിയപ്പനോട് ദൈവത്തോട് ചോദിപ്പാൻ ജനം എൻ്റെ അടുക്കൽ വരുന്നു. കണ്ടോ? അപ്പോൾ ദൈവത്തോട് ചോദിക്കണമെങ്കിൽ മോശയുടെ അടുക്കൽ ജനം വന്നിക്കുക. എപ്പോഴാ? രാവിലെ തുടങ്ങി. സ്തോത്രം. 13-ാം വാക്യം പറയുന്നു, ജനം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും നിൽക്കുകയാണ്. ആമേൻ. എന്നാൽ മോശ, 15-ാം വാക്യം പറയുന്നു, മോശ ദൈവസന്നിധിയിൽ ദൈവത്തോട് ആലോചന ചോദിപ്പാൻ മോശ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ 19-ാമത്തെ വാക്യത്തിലേക്ക് പറയുകയാണ്, ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ എന്ത് ചെയ്യണം? നീ ജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. നീ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടു ചെല്ലുക. സ്തോത്രം. അതിനുശേഷം മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക. ഇന്ന് ഈ പ്രഭാതത്തിൽ നീ ദൈവസന്നിധിയിൽ അഭിഷക്തനെ നിങ്ങളോട് സംസാരിക്കുന്നേ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക ഇന്ന് പകൽ. ഓ ശുഡമനരഗതനാഗര ശബ്ദനവയിടം ചൂടക്കടകം വേദകരാജകൽക്കനാദി. പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം പറയും, നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും, അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവവും ആയിരിക്കും. സ്തോത്രം. കണ്ടോ? മോശയ്ക്കു വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവം. ദൈവസന്നിധിയിൽ മോശ വില കൊടുത്തപ്പോൾ, മോശ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, തേജസ് മോശയുടെ അടുക്കൽ ഇറങ്ങി വരികയാണ്. ആമേൻ. മോശയുടെ അടുക്കലേക്ക് ഇറങ്ങി നിൽക്കുന്ന യഹോവയുടെ തേജസ്, അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിലെടുത്തുകൊള്ളുക. എത്രയോ നാളായി വടി ഇവിടെ വെറുതെ ഇരിക്കുക. അതാ ചിലരങ്ങനെയാ, എത്ര കൃപയുണ്ടെങ്കിലും ഉപയോഗിക്കാറില്ല. ആമേൻ. ദൈവസ്ഥലിരിക്കാറില്ല. സ്തോത്രം.
ദൈവകുഞ്ഞെ, നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും. നീ സംസാരിക്കണ്ട കേട്ടോ. ദേവദാസനെ, നിങ്ങൾ പറയണ്ട. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങേണ്ടി വരും. സ്തോത്രം. നിങ്ങൾ പറയണ്ട കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഈ ചൊവ്വാഴ്ച നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കാൻ പോകുക. സ്തോത്രം. നിങ്ങൾ സംസാരിക്കേണ്ട ഭാഗത്ത് ദൈവം ഇറങ്ങി ഇടപെടാൻ പോകുക. ഹല്ലേലൂയ. അതന്ന് ഈ പകലിൽ ദൈവാത്മാവ് എന്നോട് പറയുക. അത് പറയാൻ അവൻ നിനക്ക് വായായിരിക്കും കേട്ടോ. അഭിഷേകത്തിനെ, ആമേൻ. നിങ്ങൾ സംസാരിക്കണ്ട. ദൈവം പറയുന്ന വാക്കുകൾ പറയാനുള്ള സമയം വരും. അപ്പോൾ എണീറ്റാൽ മതി. അപ്പോഴാരായിരിക്കും നിങ്ങളുടെ വായിൽ സംസാരിക്കുന്നത്? ദൈവമായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. ദൈവം സംസാരിക്കും. നീ അവന് ദൈവവും. ആമേൻ. ദൈവവും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കണമെങ്കിൽ അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക. പിന്നെ മോശ തൻ്റെ അമ്മായിയപ്പനെ ഇക്രോന്റെ അടുക്കൽ ചെന്ന് അവനോട്, ഞാൻ പുറപ്പെട്ട് മിസ്രയീമിൽ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവർ ആമേൻ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവനോടെ ഇരിക്കുന്നുണ്ടോ? ഇരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ഇന്ന് പകലിൽ ചില പ്രതികൂലങ്ങളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ കുടുംബത്തെ കൂടെ നോക്കിക്കൊള്ളണം. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മോട് സംസാരിക്കും, ഉറപ്പാ. ദൈവസന്നിധിയിൽ ആരിരുന്നാലും, ആമേൻ, ദൈവസന്നിധിയിൽ ആര് വില കൊടുത്താലും, പ്രൈസ് ദി ലോർഡ്, ദൈവസന്നിധിയിൽ എത്രത്തോളം ഇരിക്കാൻ തയ്യാറാണോ ദൈവം നിന്നോട് ഇടപെടും. പ്രൈസ് ദി ലോർഡ്. വടിയെ സർപ്പമാക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ഇന്ന് പകലിൽ ചിലത് നിന്റെ മുൻപിൽ കൊട്ടി അടയ്ക്കപ്പെട്ടാലും ഭാരപ്പെടണ്ട. നിനക്കു വേണ്ടി വഴി തുറക്കുന്ന, നിനക്കു വേണ്ടി വാതിൽ തുറക്കുന്ന, നിങ്ങളുടെ അപേക്ഷകൾ കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 19-ാമത്തെ വാക്യവും ആവർത്തനം 5-5 സംഖ്യ 27-ന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക. ആരുടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിന്ന് പകൽക്കാലം സംസാരിക്കുന്നു. ദൈവം നിന്റെ വായായിരിക്കും കേട്ടോ. പലപ്പോഴും ഹല്ലേലൂയ, നീ സംസാരിക്കേണ്ട ഭാഗത്ത് ഒന്ന് താത്തി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ദൈവം സംസാരിക്കുമായിരുന്നു. മനുഷ്യമായി സംസാരിക്കുമ്പോഴല്ലേ വിഷമം ഉണ്ടാകുന്നേ. ദൈവം ഇറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ വടിയെ സർപ്പമാക്കും ദൈവം. ആമേൻ. പ്രവർത്തിക്കാൻ ദൈവശക്തനാ. ഇന്നും വടി കൊണ്ട് മൂലയ്ക്ക് വെച്ചിരിക്കുക, കൃപാവരങ്ങളെല്ലാം കൊണ്ട് മൂലയ്ക്ക് വെച്ചിരിക്കുക. എന്നിട്ട് ആമേൻ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നടക്കത്തില്ല മോശേ. ആമേൻ. നീ വടി എടുത്തേ പറ്റൂ. ഇന്ന് പകൽക്കാലം എടുക്കേണ്ടത് നീ എടുത്തേ പറ്റൂ. കൃപാവരങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ. ആമേൻ. കൃപാവരങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ല. ആമേൻ. ദൈവം ഇടപെടത്തില്ല. ദൈവത്തിൻ്റെ കൃപാവരങ്ങളെല്ലാം കൂടി ചാക്കിൽ കെട്ടിക്കൊണ്ട് മൂലയ്ക്ക് വെച്ചിരിക്കുക. എടുത്തോ, വടിയെടുത്തോ. ആ വടി കൊണ്ടുവന്ന് പകൽക്കാലം ചിലത് വിടിവിക്കാൻ പോവുക. ചില രാജ്യങ്ങളെ ആമേൻ ആ വടി കൊണ്ട് വിടിവിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നിന്റെ കയ്യിലിരിക്കുന്ന വടിയുണ്ടല്ലോ, നിനക്ക് ചിലപ്പോൾ അതൊരു ഉണക്ക കമ്പം തോന്നാം. പക്ഷെ അതിനകത്ത് എൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കും. അതിനകത്ത് ഈ 30 ലക്ഷം പേരെയും നയിപ്പാൻ ഈ വടി നിനക്ക് മതിയാകും. ഈ വടി നീ എവിടെയെല്ലാം ആമേൻ കൊണ്ടുപോകുമോ അവിടെയെല്ലാം എൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഈ വടി നീ ചെങ്കടലിലേക്ക് നീട്ടുമ്പോൾ എൻ്റെ മഹത്വം അതിനകത്ത് നീ കാണും. ഈ വടി ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് നീ നീട്ടുമ്പോൾ വെള്ളമെല്ലാം രക്തമാകും. പലതും നീ കാണാൻ പോകുന്നു മോശേ. ഈ വടി തളർക്കും. ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ കൊണ്ടുവച്ച വടിയുണ്ടല്ലോ, തളർക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്. അഭിഷത്തയെ നിങ്ങൾ വെറുക്കപ്പെട്ട വ്യക്തിയാണോ, തള്ളപ്പെട്ട വ്യക്തിയാണോ, നിങ്ങൾ ഒരു സമയത്ത് തളർക്കും. ദൈവസന്നിധിയിലിരിക്കെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ സമയമായി. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. നീ ദൈവസന്നിധിയിലിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അഭിഷത്തനെ ഈ പ്രഭാതത്തിൽ വിടുതലുണ്ട്.
നിങ്ങളുടെ മീറ്റിങ്ങിനകത്ത് ഒരു വലിയ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കുക. ദൈവാത്മാവ് അങ്ങനെ കാണിക്കുന്നു. പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ കർത്താവിലേക്ക് ഏൽപ്പിക്കാം. ആകയാൽ എൻ്റെ വാക്ക് കേൾക്ക, ഞാൻ ഒരു ആലോചന പറഞ്ഞു തരാം. ദൈവം നിന്നോട് കൂടെ ഇരിക്കും, ഉറപ്പായിട്ടും. നീ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക. ആഹാ, ജനത്തിന് വേണ്ടി, നിന്റെ വിഷയത്തിന് വേണ്ടിയല്ല ഇരിക്കേണ്ടത്, ജനത്തിന് വേണ്ടി ഇരിക്കണം. ആരിയ്ക്കുന്നു? വിശ്വാസികൾക്ക് വേണ്ടി. ഇന്ന് വിശ്വാസികൾക്ക് വേണ്ടി ആരാ ഇരിക്കുന്നത്? ദൈവസന്നിധിയിൽ. പ്രൈസ് ദി ലോർഡ്. ഫോണുകൾ താഴ്ത്തി വച്ച് ബൈബിൾ എടുക്കുക. ഹല്ലേലൂയ, രക്തം ജയം. മൊബൈൽ ഫോണുകൾ താഴ്ത്തി വച്ചിട്ട് ബൈബിൾ എടുക്കുക ഇന്ന് പകലിൽ. യെസ്, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നേ, അത്ഭുതങ്ങളെ ചെയ്യും. ഉറപ്പായിട്ട് ദൈവസന്നിധി ഇരിക്കുക. ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. വലിയ കാര്യങ്ങൾ പിന്നെ ചെയ്യുമാറാകണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി കർത്താവേ, യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.